കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര പ്രതിസന്ധിയിലാക്കിയെന്നാരോപിച്ച് ജില്ലയിൽ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഗോപാലപുരം റൂട്ടിലാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച സൂചനാ സമരത്തിനിറങ്ങിയത്. പ്രിയദർശിനി പദ്ധതി കാരണം നിലവിൽ വലിയ പ്രതിസന്ധിയാണ് സ്വകാര്യ ബസ്സുകൾ നേരിടുന്നതെന്ന് ബസ്സുടമകൾ ചൂണ്ടിക്കാട്ടി. 20ഓളം ബസ്സുകളാണ് പണിമുടക്കിൽ പങ്കെടുത്തത്. പാലക്കാട് നിന്ന് കൊഴിഞ്ഞാമ്പാറ ഗോപാലപുരം ഭാഗത്തേക്കുള്ളതും ചിറ്റൂർ വഴി പോകുന്നതുമായ ബസ്സുകളാണ് സമരത്തിൽ പങ്കെടുത്തത്. ചിറ്റൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ കൊഴിഞ്ഞാമ്പാറയിൽ ഓട്ടം നിർത്തി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് സമരത്തിന് ആഹ്വാനം ചെയ്തതെങ്കിലും ഓർഗനൈസേഷനിലെ ബസ്സുടമകളും സമരത്തിൽ പങ്കെടുത്തു. കൊല്ലങ്കോട് ഗോവിന്ദാപുരം റൂട്ടിലും സ്വകാര്യ ബസ്സുകൾ പദ്ധതി കാരണം വലിയ പ്രയാസത്തിലായെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ചിറ്റൂർ താലൂക്ക് സെക്രട്ടറി സി സുധാകരൻ പറഞ്ഞു. ഗോപാലപുരം റൂട്ടിൽ 10ഓളം കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. സ്ത്രീകൾ കൂടുതലും ഇവയിലാണിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇതുകാരണം പ്രതിദിനം 1500 മുതൽ 2000 രൂപയോളം വരുമാനത്തിൽ പ്രതിദിനം 1500 രൂപ മുതൽ 2000 രൂപയോളം വരുമാനത്തിൽ കുറവ് വന്നെന്ന് സുധാകരൻ പറഞ്ഞു. ഇവിടെ ഈ പ്രിയദർശിനി ബസ് വന്ന കാരണം പ്രൈവറ്റ് മേഖലയിൽ വളരെ തമസയാണ്. ഈ പാലക്കാട് റൂട്ടിൽ 9 കൊടുമ്പുഴയ്ക്ക് 9 ബസ്സോളം ഇങ്ങനെ പോകുന്നുണ്ട്. അത് കാരണം ചിറ്റൂർ പാലക്കാട് ഓടുന്ന വണ്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ കല്യാണപ്പെട്ട വഴിക്കും വരുന്ന വണ്ടി മറ്റേ ഫ്രീ ബസ് മാതിരിയാണ് ഓടുന്നത്. അപ്പോൾ അവിടുന്ന് തൊട്ടും അതേമാതിരി തന്നെ ഈ ഗോവിന്ദാപുരം കൊല്ലങ്കോട് ഗോവിന്ദാപുരം റൂട്ടിൽ നിറയെ വണ്ടികളുണ്ട്. അവിടെയും പ്രശ്നമാണ്. പിന്നെ ഈ പാറ കൊഴിഞ്ഞാമ്പാറ ഭാഗത്ത് അവിടെ 25 ബസ്സോളം 54 ട്രിപ്പോളം ഓടുന്നുണ്ട്. അവിടെ അവർക്ക് കൂടുതൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1000, 1500, 500 എന്നീ കമ്മിയുണ്ട് നമുക്ക് ബസ്സിൽ. പിന്നെ ഈ ഇന്ധനവില കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 10 രൂപ ആദ്യം 2 രൂപ സെസ് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ 8 രൂപയോളം നമ്മൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ നമുക്ക് അധിക ചിലവ് വരുന്നത് 1100, 2000 രൂപയോളം എൻ്റെ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഗവൺമെൻറ് ഒരു 50% കമ്മിയാക്കിയിട്ട് ടാക്സ്. അത് വളരെ സാധാരണമാണ്. പക്ഷേ എന്നിരുന്നാലും ആകെ 106 രൂപയാണ് നമുക്ക് ഒരു ദിവസം ആ വകയിൽ കിട്ടുന്നത്. നമുക്ക് പോകുന്നത് 1000 കണക്കിനാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഇതിൽ ബസ്സിൽ ആൾക്കാർ കയറാണ്ടിരുന്ന ഇത് കണ്ടമാനം പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡീസൽ കൺസെഷൻ തരണം. ചിറ്റൂർ വഴി കൊഴിഞ്ഞാമ്പാറ, വേലന്താവളം, ഗോപാലപുരം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ കൊഴിഞ്ഞാമ്പാറ സ്റ്റാൻഡ് വരെ ഓടിയുള്ളൂ. കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിൽ ഇതുകാരണം ബസ്സുകൾ തീരെ കുറവായിരുന്നു. നികുതി കുറച്ചെങ്കിലും ഇന്ധനവിലക്കയറ്റം കാരണം വലിയ പ്രതിസന്ധി നേരിടുന്നതായി സ്വകാര്യ ബസ് മാനേജർ CY വിജയനും പ്രതികരിച്ചു. കൂടുതൽ ബാധിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകാരെയാണ്. പ്രൈവറ്റ് ബസ്സുകാരെ മാത്രമല്ല, അതിൽ മിനിമം 4 തൊഴിലാളികളുണ്ടാവും. റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 2 പേര്, അവരുടെ ഷിഫ്റ്റ് മാറ്റ് 2 പേര്, 4 കുടുംബമാണ് ഇതിലൂടെ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ട് പോകുന്നത്. അവരുടെ വരുമാനം, ബസ്സിന് വരുമാനമില്ല. അപ്പോൾ അവർക്ക് ശമ്പള വരുമാനത്തിന് കമ്മിയുണ്ട്. ചിലവർ ശമ്പളം എടുക്കാതെ വണ്ടി ഓടുന്നുണ്ട്. മുതലാളി പറയുന്നത് ബാലൻസ് ഒന്നുമില്ല, ഞാൻ ഓട്ടണോ നിർത്തണോ എന്നുള്ള രീതിക്കാണ് മുതലാളിമാർ നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറേ തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ കുടുംബം, അവരുടെ ജീവിതം, അവരുടെ കുട്ടികളും അവരുടെ കൊടുപ്പ്, ഇതെല്ലാം ഇതിന് ആശ്രയിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഓണർ എത്ര തന്നെ നഷ്ടം സഹിക്കും? അല്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനൊക്കെ വണ്ടിയിൽ ഓടുന്ന സമയത്ത് 2000, 3000 കൊടുത്തോണ്ടിരുന്നു. ഇപ്പോൾ 400, 300, 500. ഒരു തൊഴിലാളിയുടെ ശമ്പളം പോലും ഒരു മുതലാളിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് കാര്യമായിട്ട് തന്നെ ഇതൊരു വ്യവസായ മേഖലയായിട്ട് കണക്കാക്കിയിട്ടില്ലായിരുന്നു ഇത്ര കാലം. പക്ഷേ അതിനിപ്പോൾ ആ വ്യവസായത്തിൻ്റെ പേര് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഈ പ്രൈവറ്റ് ബസ് മേഖല എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട പരിഹാരം കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. UTV ന്യൂസ്, പാലക്കാട്.